ഹായ്, ഇന്നൊരു കല്യാണത്തിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 17 വർഷമായി. പക്ഷേ ഇതുവരെ എനിക്ക് ഒറ്റയ്ക്ക് സാരി ഉടുക്കാൻ അറിയത്തില്ല. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഞങ്ങൾ റെഡിയായി, ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടികളാണിത്. വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആയിരുന്നു വണ്ടികളെല്ലാം കിടന്നിരുന്നത്. ഇത് പിന്നെ ഓച്ചിറ അമ്പലമാണ്. ഓച്ചിറയിൽ കൂടെയാണ് ഞങ്ങൾ പോയത്. പിന്നെ 28ാം ഓണത്തിന് ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയത്. 28ാം ഓണത്തിന് എഴുന്നള്ളിക്കാനുള്ള കാളകളെ നിർമ്മിക്കുകയാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ കല്യാണ സ്ഥലത്തെത്തി. ഗ്രീൻവാലി കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചായിരുന്നു കല്യാണം. അവിടെ കാണാനായിട്ട് കുറേ ഉണ്ടായിരുന്നു. ഇതേ പഴയ കാർ കളക്ഷൻസാണ്. അത് കഴിഞ്ഞ് ഞാൻ ബ്രിട്ടീഷ് ക്രീമിട്ട് വെളുത്തുപാറിയ ഒരു ആനയെ കണ്ട്. പിന്നെ ഒരു സ്റ്റാച്ചു, ഇത് വേലുത്തമ്പിതിളവയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കുറേ നേരം നിന്നായിരുന്നു അവിടെ. എന്ന് വെച്ചാൽ സ്വീകരിക്കാനായിട്ട് കുറേ ടൈം ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ വെൽക്കം ഡ്രിങ്കൊക്കെ കഴിച്ചു. അതിനുശേഷം ചെറുക്കനെ സ്വീകരിച്ച് അകത്തോട്ട് കയറ്റി. ആ ചെറുക്കനെ പെണ്ണിനെയൊക്കെ സ്വീകരിച്ച് കൊണ്ടുവന്നത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഫ്രണ്ടിൽ കഥകളിയും പിന്നെ ഇത് മോഹിനിയാട്ടം അങ്ങനെയൊക്കെ ഉള്ള രൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ ചെറുക്കനെ സ്വീകരിച്ച മണ്ഡപത്തിലൊക്കെ ഇരുത്തി. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് പിന്നെ ചേട്ടൻ വിളിച്ച് ചേട്ടനുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കല്യാണ വിശേഷങ്ങളും അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇരുന്നു. അപ്പോഴത്തേക്കും പെണ്ണ് വന്ന് പെണ്ണിനെ സ്വീകരിച്ചുകൊണ്ട് വരുവാണ്. പെണ്ണിനെ കൊണ്ടുവന്ന ഉടനെ തന്നെ പിന്നെ കല്യാണത്തിനുള്ള ടൈമായി. അങ്ങനെ കല്യാണം നടക്കുവാണ്. കല്യാണം കഴിഞ്ഞ് നമ്മുടെ മെയിൻ പരിപാടിയായി സദ്യ കഴിക്കാനായിട്ട് പോയി. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് 300 പായസമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ശേഷം ഞങ്ങൾ വെളിയിലോട്ടിറങ്ങി കുറച്ച് പൂക്കളെ കിട്ടിയായിരുന്നു. അപ്പോൾ അതൊക്കെ തലയിൽ വെച്ച് വെറുതെ ഇങ്ങനെ നോക്കുവാണ്. അത് കഴിഞ്ഞ് വീട്ടിലോട്ട് ഞങ്ങൾ തിരിച്ച് മോള് കിടന്ന് ഡാൻസ് കളിക്കുവാൻ. ബാക്കിയുള്ളവരെല്ലാം കിടന്ന് നല്ല ഉറക്കം. മോളുടെ ഡാൻസും കഴിഞ്ഞ് കുറച്ച് സമയത്തിന് ശേഷം ആളും ഉറങ്ങി. അങ്ങനെ ഞങ്ങൾ അഴീക്ക പാലത്തിലെത്തി. പിന്നെ കിട്ടിയ പൂക്കളെല്ലാം ഞങ്ങൾ കുപ്പിയിൽ വെള്ളത്തിലിട്ട് വെച്ച്. അത്രയേ ഉള്ളൂ.